السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الرجل ليكون له عند الله المنزل فما يبلوها بعمل فما يزال الله يبتليه بما يكره حتى يبلغها إياها. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നതും അബൂ യഅല റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിലെ 6095 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയതുമായ ഒരു ഹദീസാണ് നിങ്ങളെ കേൾപ്പിച്ചത്. മനുഷ്യന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ മാത്രമാണ് തൻ്റെ ഇടത്തോടുകൂടി അതിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്നത്. പരിശുദ്ധ ഖുർആനിലെ തിരു സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അധ്യാപനത്തിൽ നിന്ന് ഇത് ഉൾക്കൊള്ളുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു ഹദീസാണ് ഇമാം തുർമുദി രേഖപ്പെടുത്തുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെയുള്ള ഒരു ഹദീസ് പ്രകാരം കാണാൻ കഴിയും. പലപ്പോഴും നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതും ഒരു വേള മറന്നുപോയതുമായ ഹദീസാണെങ്കിൽ ഒരിക്കൽ കൂടി ഓർമ്മയിൽ എത്താൻ വേണ്ടി ആവർത്തിക്കുന്നു എന്ന് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി. സത്യവിശ്വാസിയായ ഒരാൾ, അപ്പൊ അതല്ലാത്ത ഒരാൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവൂലേ? പരീക്ഷണങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു വിശ്വാസിക്കും പരീക്ഷണം ഉണ്ടായാലോ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. എങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാവും? ഫീ നഫ്സിഹി, അയാളുടെ സ്വന്തം ജീവിതത്തിൽ, ശരീരത്തിലാകാം മാനസികമായിട്ടാകാം, എങ്ങനെയായിട്ട് തനിച്ചു, അല്ലെങ്കിലോ വലദിഹി, മക്കളിലൂടെ. ഞാൻ ഒന്നുകൂടി കെട്ടിപ്പരത്തി പറഞ്ഞാൽ മക്കളിലും പരീക്ഷണമല്ല, അവനവന്റെ ശരീരത്തിലും പരീക്ഷണമില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത തലമുറയിൽ പിടിക്കും, പേരക്കുട്ടികൾ, അതല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ. അതും അല്ലെങ്കിലോ വമാലിഹി, സാമ്പത്തികമായ രംഗത്ത്, അത് കൂടുതലാകാം കുറച്ചുമാകാം. ഖുർആൻ പറയുന്നു രണ്ടും ഫിത്നയാണ് എന്നുള്ളത്. എന്തിന്? ഹത്താ യൽഖല്ലാഹു തആല, അള്ളാഹു അയാളെ കണ്ടുമുട്ടുന്നത് വരെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന്, ഖുർആൻ പറഞ്ഞല്ലോ 5 കാര്യങ്ങൾ, ലയബ്ലുവന്നകും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നമുക്ക് സുപരിചിതമാണ്. ഒന്നുകിൽ അവരുടെ സമ്പത്തിൽ, അതല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ, അതല്ലെങ്കിൽ കൃഷിയിൽ വിശപ്പ് കൊണ്ട് ഒക്കെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞു. എന്തിനാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്? ഹത്താ യൽഖല്ലാഹ, അള്ളാഹു അയാളെ കാണാൻ വേണ്ടിയിട്ട്. വമാ അലൈഹി ഖതീഅത്തുൻ, അയാളിൽ പാപങ്ങളൊന്നുമില്ല, തെറ്റുകുറ്റങ്ങളൊന്നുമില്ല. അപ്പൊ അതുണ്ടായിരുന്നു, അത് മായ്ച്ചു കളയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച ഒരു ഉപാധിയാണ് പരീക്ഷണം. പാപം കൊഴിക്കുന്ന പരീക്ഷണങ്ങൾ ആണ് എന്നർത്ഥം. ഇനി അതല്ലെങ്കിലോ, തെറ്റുകുറ്റങ്ങളൊന്നുമില്ല, ആയ കാലം മുതൽ, ഓർമ്മ വെച്ച നാൾ മുതൽ അങ്ങനെ അള്ളാഹുവിന് നിരക്കാത്ത, പൊറുക്കാൻ പറ്റാത്ത ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല, പിന്നെന്തിനാ പരീക്ഷണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നർ റജുൽ ലയകൂനു ലഹു ഇൻദല്ലാഹി മൻസിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ അരികിൽ, കേട്ടോ, ശരിക്കാ പദത്തിന്റെ അർത്ഥത്തിൽ നിന്ന് കിട്ടുന്നതാ. ലയകൂനു ലഹു ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അരികിലുണ്ട് മൻസിലത്തിന്, ഒരു സ്ഥാനം. ഫമാ യബ്ലുഹാ ബിഅമലിൻ, ഇയാൾ നിസ്കരിക്കുന്ന 5 നേരത്തെ നിസ്കാരമോ മറ്റു നോമ്പുകളോ ഇബാദത്തുകളോ കൊണ്ടൊന്നും ആ ഒരു സ്ഥാനത്തേക്ക് അയാൾക്ക് ഉയരാൻ കഴിയുന്നില്ല എങ്കിൽ ഫമാ യസാലുല്ലാഹു യബ്തലീഹി, ആ മനുഷ്യനെ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ബിമാ യക്റഹു, അയാൾക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ കൊണ്ട്. ഹത്താ യുബല്ലിഹു ഇയ്യാഹു, ആ സ്ഥാനത്തേക്ക് അയാൾ എത്തുന്നത് വരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി അയാളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. എന്തിനാ? ആ സ്ഥാനത്തേക്ക്, ആ ദറജയിൽ, അള്ളാഹുവിന്റെ അരികിൽ സ്ഥാനം രേഖപ്പെടുത്തിയ ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി കൂടിയാണ് പരീക്ഷണങ്ങൾ. അപ്പോൾ ഒരാളെയും കഷ്ടപ്പെടുത്താനോ പ്രയാസപ്പെടുത്താനോ അല്ല. മാരകമായ രോഗം തന്നാൽ പലപ്പോഴും ആളുകൾ ഇന്നലെ പറഞ്ഞതുപോലെ മരണചിന്ത വരും എന്നുള്ള ഉറപ്പാണ്. അതോടൊപ്പം തന്നെ പാപങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. ഓരോ കീമോ ചെയ്തു വരുമ്പോഴും
അസഹ്യമായ വേദന സഹിക്കുമ്പോൾ, ഓരോ ഡയാലിസിസ് കഴിയുമ്പോൾ, ഒരു തലവേദനക്ക് ജസ്റ്റ് ഒരു പനി വന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ആ നീഡിൽ ഇങ്ങനെ സ്കിന്നിൽ കൂടി കുത്തിക്കയറ്റി മസിൽസിലോ ഓരോന്ന് ചെന്ന് മരുന്ന് പൂർണ്ണമായും ശരീരത്തിലെത്തി വീണ്ടും തിരിച്ചു വലിച്ചെടുത്ത് ആ നഴ്സ് ഇങ്ങനെ അമർത്തുമ്പോൾ ഉണ്ടാകുന്ന വേദന ഉണ്ടല്ലോ, ഇതിനൊക്കെ പകരമായിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കൊഴിഞ്ഞു കൂടുകൊണ്ടേയിരിക്കും. തലവേദനയുള്ള വേറെ പ്രശ്നമൊന്നുമില്ല എങ്കിൽ ആ തലവേദന തുടങ്ങിയത് മുതൽ അത് അവസാനിക്കുന്നത് വരെ അയാളുടെ ജീവിതത്തിൽ നിന്ന് ഈ രൂപത്തിൽ പാപങ്ങൾ കൊഴിയുകയും അള്ളാഹു ഒരുക്കി വെച്ച മഹത്തായ ആ ഒരു മൻസിലത്തിലേക്ക് അയാൾ നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് പരീക്ഷണങ്ങളെ സമചിത്തതയോടുകൂടി നേരിടാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വന്നുപോയ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു കണക്കാക്കി വെച്ച ആ ഒരു മൻസിലിലേക്ക് എത്താൻ പര്യാപ്തമായ ഇബാദത്തും അമലുകളും പരിപോഷിപ്പിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യമുള്ളവരും രോഗികളുമായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ പരസഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു മരണം വരെ എല്ലാവർക്കും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ മേഖലകളിൽ അല്ലാഹു ഖൈറും ബർക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന വിഷമങ്ങളും ബേജാറും വേദനയും മാറ്റിവെച്ച് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി ചൊല്ലി പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളുടെ നേറുന്ന നോവുകൾക്ക് അല്ലാഹു ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയും നമ്മുടെയും നല്ല മുറാദുകൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും അവരെയും നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാത്തുൽ മുസ്തഖീമിലൂടെ സ്വർഗ്ഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ ഹയാത്താക്കിയ നമ്മുടെ അമലുകൾ എല്ലാവിധ കുറ്റങ്ങളിൽ നിന്നും സുരക്ഷിതമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവശേഷിക്കുന്ന അതിന്റെ രാവും പകലും ഹയാത്താക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. റയ്യാൻ എന്ന സ്വർഗ്ഗ കവാടത്തിലൂടെ പ്രവേശിക്കുന്നവരിൽ ഉൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.